ഈ മിനിമലിസം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന കാര്യത്തില് പണ്ടുള്ളവര് മുന്നിലായിരുന്നു. ഇപ്പോൾ കുറച്ച് പേരും ഈ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് മിനിമലിസ്റ്റായി ജീവിക്കുക എന്ന് പറയാനും കുറച്ച് ധൈര്യമൊക്കെ വേണം. കാരണം നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തില് ട്രെൻഡൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മള് മിനിമലിസ്റ്റാന്നും പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നോ പറഞ്ഞ് നിൽക്കണമെന്നുണ്ടെങ്കില് അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിലേക്ക് ഇഷ്ടപ്പെട്ട് വന്നാൽ മാത്രമാണ് ഈ ലൈഫ് സ്റ്റൈൽ നമുക്ക് നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കില് നമ്മള് വീണ്ടും പഴയ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് തന്നെ പോവാൻ ചാൻസ് ഉണ്ട്. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് ആർട്ടിക്കിൾ വായിച്ചതും, ഒരുപാട് പേര് ഇത് ഫോളോ ചെയ്യുന്നതിന്റെ നല്ല വശങ്ങൾ പറഞ്ഞു തന്നതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കില് ഇതൊരു ബെറ്റർ ചോയ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണമെങ്കിൽ മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലൈഫൊക്കെ ഫോളോ ചെയ്യാം. അത് നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ഏത് ഗോൾസിന് വേണ്ടിയിട്ടാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. പക്ഷേ വെറുതെ എന്താ പറയാ ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ബഹളം പിടിച്ച് ഒരാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി നമ്മുടെ തന്നെ ചോയ്സസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈഫ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അത് മെന്റലിയും ഫിസിക്കലിയും ഫിനാൻഷ്യലിയും ഒരുപാട് ഗുണമായിരിക്കും ഉണ്ടാവുക. മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഒന്നുമില്ലായ്മ ജീവിക്കുക എന്നുള്ളതല്ല. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുക. ഇപ്പോൾ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ആഗ്രഹങ്ങളുണ്ടാവാം, ആവശ്യങ്ങളുണ്ടാവാം, അത്യാവശ്യങ്ങളുണ്ടാവാം. ഈ 3 പ്രിൻസിപ്പിളിലൂടെയാണ് നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുന്നത്. അതിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. അതിന് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ നമ്മൾ വിഷ് ലിസ്റ്റിലിട്ടിട്ടുള്ള കാര്യങ്ങളുടെ എണ്ണം എടുത്താൽ മനസ്സിലാവും എത്രത്തോളം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ വാങ്ങണം എന്ന് വച്ചിരിക്കുന്നതെന്ന്. മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യമേ ഉണ്ടാവില്ല. അതായത് ആവശ്യമില്ലാത്ത ഒരു ഷോപ്പിംഗും ഉണ്ടാവില്ല. നമ്മുടെ വീടെന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ലീനും ആയിരിക്കും. ഇപ്പോൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം 8 മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്താൽ തന്നെ ഒരുപാട് സ്പേസ് ഉള്ളതുപോലെ തോന്നും. ഇപ്പോൾ കറക്റ്റ് ടൈമാണ് 2026 ആവാൻ പോകുന്ന ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വീട്ടിലിങ്ങനെ ആവശ്യമില്ലാത്ത നമ്മുടെ ഡ്രസ്സായാലും ചെരുപ്പുകളായാലും പൊട്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും ആക്സസറീസും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അല്ലാത്തതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉപേക്ഷിക്കുക, എക്സ്ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ പുതിയ സാധനങ്ങൾ വാങ്ങാനും നമ്മുടെ മൈൻഡ് നമ്മളൊന്ന് ഫ്രീ ആവും, നമ്മുടെ റൂമും ഒന്ന് ക്ലീൻ ആവും. ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അത് എത്രത്തോളം നമ്മുടെ എനർജി ഡ്രെയിനിങ് ആണ്. ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വീട്ടിലിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നൊരു ഡിസിഷനിൽ നിന്നാണ് നിങ്ങളൊരു മിനിമലിസ്റ്റ് ആവാനായിട്ട് തുടങ്ങുന്നത് തന്നെ. പിന്നെ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്കൊരു മുറിയിൽ ഒരുപാട് കാലം ജീവിക്കുക എന്നതല്ല. സോഷ്യൽ ലൈഫൊക്കെ അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്യണം. പിന്നെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ തരുന്ന, നമുക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ കീപ്പ് ചെയ്യുക. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന, നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ലാത്ത റിലേഷൻഷിപ്പൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും പോവുക. അത് മാത്രമല്ല ഇപ്പോൾ നിർത്താതെ നോട്ടിഫിക്കേഷൻസ് വരുന്ന വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് അകന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലർക്കത് പറ്റില്ല. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടും നമ്മുടെ പഠിത്തത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ടും നമുക്ക് സോഷ്യൽ മീഡിയയും യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലാതെ നിങ്ങൾ സ്ക്രോൾ ചെയ്തിരിക്കുക, നമ്മുടെ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് എന്ന കൺസെപ്റ്റ് ഒരുപാട് മണിക്കൂറുകൾ നീട്ടിക്കൊണ്ട് പോയി ഉപയോഗിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ കഴിഞ്ഞാൽ നിങ്ങളൊരു പെർഫെക്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മിനിമലിസ്റ്റുമായിട്ട് ലൈഫിൽ എന്തെങ്കിലും ഹാബിറ്റൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം തന്നെ ചിന്തിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഒരു വീഡിയോ കണ്ടു അല്ലെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെന്ന് കരുതി കഷ്ടപ്പെട്ട് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെയാണ് മിനിമലിസം. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈഫിലൊന്ന് ചേഞ്ച് വരുത്താനായിട്ട് നോക്കുക.